2025 302 സിനിമകളാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഈ 302 സിനിമകളിൽ മൂൺ വാക്ക് എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് മാത്രമാണ് ഞാൻ ഡയറക്റ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തത്. ബാക്കിയെല്ലാം ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ കൺവീനിയൻസ് ഫീ, അതാണ് ഇപ്പം പലരുടെയും പരാതി. ഒരു ടിക്കറ്റിൻ്റെ 25 മുതൽ 30% വരെയൊക്കെയാണ് കൺവീനിയൻസ് ഫീ ആയിട്ട് വരാറ്. അപ്പോൾ ഈ കൺവീനിയൻസ് ഫീ ഉണ്ടെങ്കിലും എനിക്ക് ലാഭം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതാണ്. കാരണം ബാക്കിയുള്ള 301 സിനിമകളും ഓൺലൈൻ വഴി ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ടൊരു ഓഫർ അതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു സിനിമയ്ക്ക് മുഴുവൻ കാശ് കൊടുത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ല. മുഴുവൻ കാശ് കൊടുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ആയിരിക്കും. കൗണ്ടർ ടിക്കറ്റ്സ് കമ്പാരിറ്റീവ്ലി വളരെ 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 കുറവാണ്. 302 സിനിമകളിൽ ഒരു സിനിമയാണ് ഞാൻ കൗണ്ടർ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതിന് എന്നെ സഹായിക്കുന്നത് മൾട്ടിപ്ലക്സുകളാണ്. കാരണം മൾട്ടിപ്ലക്സുകളിൽ ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്, പോപ്കോണിന് വില കൂടുതലാണ്, അങ്ങനെ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതേ മൾട്ടിപ്ലക്സ് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ സഹായിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ചത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ, 28 ഇയേഴ്സ് ലേറ്റ്, ബോൺ ടെമ്പിൾ എന്ന് പറയുന്ന സിനിമ, ഇതുപോലുള്ള സിനിമകളെല്ലാം നമ്മളുടെ എ ക്ലാസ് തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ റിലീസ് ഉണ്ടാവാറില്ല. അതിന് നമുക്ക് മൾട്ടിപ്ലക്സിൽ തന്നെ പോയേ പറ്റൂ. ഈ മൾട്ടിപ്ലക്സിൽ പോകുമ്പോൾ ഇതുപോലുള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും മെയിൻ റിലീസുകളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ ചില സിനിമകൾക്കൊന്നും വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് 92 റുപ്പീസിൻ്റെ ഓഫേഴ്സ് PVR ഇടാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 92 റുപ്പീസിന് നമുക്ക് സിനിമ കാണാൻ പറ്റും. അതിൽ റിലീസായി 2 ആഴ്ച കഴിഞ്ഞ സിനിമകളോ അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 ഇംഗ്ലീഷ് സിനിമകളോ അങ്ങനെയുള്ള, പിന്നെ റിലീസ് വരുന്ന ചില സിനിമകൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് വെറും 92 റുപ്പീസിന് കാണാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓഫേഴ്സ് എല്ലാം ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം പെർട്ടിക്കുലർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ്, ആ ഒരു വേരിയൻറ്റിലുള്ള കാർഡ് കിട്ടുക, ഇതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ഓഫേഴ്സിനെ കുറിച്ചാണ്. ഈ 3 ഓഫേഴ്സ് ഏത് കോമൺ മാനോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കൊച്ചിയിലാവുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്നത് PVRൻ്റെ സ്ക്രീനുകളിലായതുകൊണ്ടും PVRൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ PVRൻ്റെ സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ള PVR പാസ്പോർട്ടിനെ കുറിച്ചാണ്. PVR പാസ്പോർട്ടിനെ കുറിച്ച് എൻ്റെ റിവ്യൂ വീഡിയോസിലും അതല്ലാതെ ഞാനിപ്പോൾ തമ്പനയിലാണെന്നുണ്ടെങ്കിലും 1, 2, 3 123 രൂപയ്ക്ക് നമുക്കൊരു സിനിമ കാണാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഞാൻ കുറേ തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PVR പാസ്പോർട്ട് എന്താണെന്നും അത് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാനിത് കാണിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ആവുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ PVR പാസ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി വളരെയധികം ഉപകാരമുള്ള ഒന്നാണ്. എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് 4 PVR പാസ്പോർട്ട് ഉണ്ടാവും. അതായത് ഒരു മാസത്തിൽ 4x4 16 സിനിമകൾ ഒരു മാസത്തിൽ ഞാൻ കാണുന്ന PVR പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. PVR പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സിനിമകൾ കാണാനും പറ്റും. ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട 2 സിനിമകളും PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ കാണുന്ന സിനിമകളെല്ലാം PVR പാസ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പാസ്പോർട്ടിനെ കുറിച്ച് നോക്കാം. ഇതാണ് PVR സിനിമാസിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. വെബ്സൈറ്റ് ആണെങ്കിലും ആപ്പ് ആണെങ്കിലും നമുക്ക് ഇവിടെ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. ഈ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് PVRൻ്റെ പാസ്പോർട്ട് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചി വരുമ്പോഴേക്കും നമുക്ക് 2 ടൈപ്പ് PVR പാസ്പോർട്ട് നമുക്ക് കാണാം. ഒന്ന് മന്ത്ലി പാസ്സാണ്, 349 രൂപ. ഈ 349 രൂപ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. റെഡീം ഓൺലൈൻ ഫ്രം മൺഡേ ടു തേഴ്സ്ഡേ, അതായത് തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെയുള്ള 4 ദിവസങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മന്ത്ലി പാസ് ടോട്ടൽ 4 വിസിറ്റ്സ് ആണ്. എൻജോയ് എ ന്യൂ മൂവി എവറി വീക്ക് എന്നാണ് അവർ പറയുന്നത്. ബ്ലാക്ക് ഔട്ട് പീരീഡ് ഓൺ ന്യൂ ഫിലിംസ്, അതായത് നോട്ട് അവൈലബിൾ ഓൺ പാസ്പോർട്ട് അപ് ടു 14 ഡേയ്സ് എന്ന് പറയുന്നതാണ് ഇവരുടെ ബ്ലാക്ക് ഔട്ട് പീരീഡ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബ്ലാക്ക് ഔട്ട് പീരീഡ് എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൽ റിലീസാവുന്ന പല സിനിമകൾക്കും ആപ്ലിക്കബിൾ ആവില്ല. ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് PVR പാസ്പോർട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നാളെ റിലീസാവുന്ന സിനിമയാണ് ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഞാൻ ഓൾറെഡി PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പൊങ്കൽ റിലീസായിട്ട് വന്നിരുന്ന തമിഴ് സിനിമകളായിട്ടുള്ള വാവാത്തിയാർ എന്ന് പറഞ്ഞ സിനിമ, അതുകൂടാതെ തലൈവർ തമ്പി തലമയിൽ TTT എന്ന് പറയുന്ന സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകളെല്ലാം വെരി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ FDFS ഷോകളെല്ലാം എനിക്ക് PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല, എൻ്റെ PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചത്താ പച്ച നാളെയാണ് ഷോ. അത് ഞാൻ ഓൾറെഡി PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രീൻലാൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ്. തലൈവർ തമ്പി തലമേൽ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരുന്നു ഞാൻ കണ്ടത്. പരാശക്തി, പെണ്ണുകേസ് തുടങ്ങിയ സിനിമകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് കോമ്പസ് നോ എന്ന് പറയുന്ന ആപ്പ് ത്രൂ PVR വൗച്ചർ ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം.
മന്ത്ലി പാസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് 3 മാസത്തേക്കുള്ള ഒരു ക്വാർട്ടർലി പാസ്സാണ് 1047 രൂപയുടെ. ഈ 1047 രൂപയുടെ ഈ പാസ്സാണ് ഞാൻ യൂസ് ചെയ്യാറ് പേഴ്സണലി. ഇതുപോലുള്ള 1047ൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള 3ഓ 4ഓ പാസ്പോർട്ടുകൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഈ 1047 രൂപയുടെ പാസ്പോർട്ട് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7 F&B വൗച്ചർ 50 രൂപ ഈച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഈ F&B വൗച്ചറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ PVR പാസ്പോർട്ട് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ള 3ഓ 4ഓ PVR പാസ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം 2 സിനിമകളൊക്കെ അടുപ്പിച്ച് കാണാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശക്കും. PVRലുള്ള ഈ പറയുന്ന ഫുഡ് ആൻഡ് ബീവറേജസിൻ്റെ റേറ്റ് കത്തിയായതുകൊണ്ടും നമുക്ക് 7 F&B വൗച്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ PVR പാസ്പോർട്ട് ഉപയോഗിക്കുന്നത് മൺഡേ ടു തേഴ്സ്ഡേ ആണ്. അതായത് വീക്ക് ഡേയ്സിലാണ്. അപ്പോൾ വീക്ക് ഡേയ്സിലേതായിട്ടുള്ള 99ൻ്റെ അല്ലെങ്കിൽ 129ൻ്റെ അല്ലെങ്കിൽ 149ൻ്റെ ഒരു കോംബോ ഓഫേഴ്സ് എല്ലാം ഇവർക്കുണ്ടാവും. ഒന്നെങ്കിൽ ഒരു ബർഗർ, ഒരു പെപ്സി എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ആ കോംബോ, ഇപ്പോൾ 99ൻ്റെ കോംബോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. 99 ഒരു കോംബോ, ഒരു സമൂസ ഒരു പെപ്സി, ഇതാണ് 99ൻ്റെ കോംബോ. ഈ കോംബോ നമ്മൾ ഡയറക്റ്റ് അവിടെ ചെന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 99 പേ ചെയ്യണം. പക്ഷേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ആഡ് ഫുഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ആഡ് ഫുഡിൽ നമുക്ക് 99ൻ്റെ ഓഫർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇത് ഈ 50 രൂപയുടെ വൗച്ചർ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 49 നമുക്ക് ആ കോംബോ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 49 PVRൽ നിന്നൊരു കോംബോ കിട്ടുക എന്ന് പറയുന്നതും ആക്ച്വലി വളരെ ലാഭമുള്ള ഒരു ഓപ്ഷനാണ്. PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. 28 ഇയേഴ്സ് ആയിട്ട് 2 എണ്ണം ഉണ്ടാവും. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒന്ന് മൂവി ബുക്കിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവി ബുക്കിംഗ് സ്ക്രീൻ 6ലായിരുന്നു. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടിക്കറ്റിന് 250 രൂപയിൽ 210 രൂപ ഡിസ്കൗണ്ട് വന്നിട്ട് ബാക്കി എത്രയൊക്കെയാണ് ടോട്ടൽ പേ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. മൂവി ബുക്കിങ്ങിന് ശേഷമാണ് ഞാൻ ഫുഡ് ബുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഡീറ്റെയിൽസ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമോസ കോംബോ എന്ന് പറയുന്നത് 99ൻ്റെ ആയിരുന്നു. അപ്പോൾ 99ൽ 50 രൂപ ഡിസ്കൗണ്ട് വന്ന് 49. ഈ ഒരു കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് കാണും. അതായത് PVR പാസ്പോർട്ട് മൂവി ടിക്കറ്റ് ബുക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും ഫുഡ് ആൻഡ് ബീവറേജസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു അക്കൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാവാത്തിയർ ഫസ്റ്റ് ഡേ ഞാൻ കണ്ടതായിരുന്നു. ഋഷഭ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതായിരുന്നു. അനാക്കോണ്ട ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതായിരുന്നു. പിന്നെ റണ്ണിങ് മാൻ അത് ഫസ്റ്റ് ഡേ അല്ല, പക്ഷേ ആ ഒരു ആഴ്ചയിൽ തന്നെ കണ്ടതായിരുന്നു. നൗ യു സീ മീ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരുന്നു കണ്ടത്. ഇനിയുള്ളത് ഡിസ്ട്രിക്റ്റ് ആപ്പിൻ്റെ ഒരു ഓഫറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ആപ്പ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊച്ചിയിലുള്ള ഐമാക്സിലാണ്. ഇപ്പോൾ ഐമാക്സിൻ്റെ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവതാർ 3 ഫയർ ആൻഡ് ആഷ് ഇത് റിലീസായപ്പോൾ ഓൾമോസ്റ്റ് 1000 രൂപയൊക്കെയായിരുന്നു ഇവിടെ ഐമാക്സിൻ്റെ ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ടിക്കറ്റിൻ്റെ കാശിന് 2 പേർക്ക് സിനിമ കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ആക്കാമല്ലോ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഡിസ്ട്രിക്ട് പാസ്. നിങ്ങൾ ഡിസ്ട്രിക്ട് ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് പാസ് എന്ന് പറഞ്ഞാൽ കാണാം. ഈ ഡിസ്ട്രിക്ട് പാസ് ചില സമയത്ത് ഓഫേഴ്സിൽ 99 രൂപയ്ക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 349 രൂപയാണ്. സ്റ്റിൽ 349 രൂപ നമ്മൾ ഡിസ്ട്രിക്ട് പാസ് പർച്ചേസ് ചെയ്താൽ പോലും 500 റുപ്പീസിൻ്റെ 2 ഐമാക്സ് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ 1 ഗെറ്റ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഡിസ്ട്രിക്ട് പാസ് മുതലാവും. അതായത് ഇത് 3 തവണ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്കത് മുതലായി. ബാക്കിയുള്ള 2 സിനിമകൾ നമുക്ക് ബൈ 1 ഗെറ്റ് 1 എന്നുള്ള രീതിയിൽ നല്ല വാല്യൂ ആണ് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമാണ് ഡിസ്ട്രിക്ട് പാസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്ട്രിക്ട് പാസിനെ കുറിച്ച് നോക്കാം. ഡിസ്ട്രിക്ട് പാസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ 99 റുപ്പീസിന് കിട്ടും, ചിലപ്പോൾ 349. ഇപ്പോൾ ഏത് റുപ്പീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ട് 3 ടിക്കറ്റാണ് നമുക്ക് ഈ ഡിസ്ട്രിക്ട് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഫ്രീ ടിക്കറ്റ്സ്. അതായത് ബൈ 1 ഗെറ്റ് 1 ആണ്. ശ്രദ്ധിക്കുക, ഐമാക്സ് പോലുള്ള കൂടിയ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇത് ഉപകാരപ്പെടാറുള്ളൂ. പിന്നെ 2 ഡൈനിങ് വൗച്ചേഴ്സ് വർത്ത് 250 റുപ്പീസ്. അതായത് നിങ്ങളിപ്പോൾ കൊച്ചിയിലോ അതല്ല ട്രിവാൻഡ്രത്തോ അതുപോലുള്ള സിറ്റികളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ സൊമാറ്റോ ആയിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഡൈനിങ് വൗച്ചർ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ 20% ഓഫ് ഓൺ മൂവി സ്നാക്സ്. സ്വാഭാവികമായിട്ടും ഇത് മൾട്ടിപ്ലക്സ് ബുക്കിംഗ് ആണ് ഇതുവഴി നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇൻ കേസ് ഫുഡ് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 20% ഇതിൻ്റെ ഓഫർ വരുന്നത്. ഇതാണ് ഡിസ്ട്രിക്ട് ആപ്പ്. ഡിസ്ട്രിക്ട് പാസ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഐമാക്സിന് തന്നെ ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ നിലവിൽ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന സിനിമയാണ് ഐമാക്സിൽ റൺ ചെയ്യുന്നത്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 7:15 ഒരു ഷോ എടുക്കുന്നു. ഓക്കെ, 600 റുപ്പീസാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, 2 ടിക്കറ്റ്. അപ്പോൾ 2 ടിക്കറ്റ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡിസ്ട്രിക്ട് പാസിൻ്റെ ഓഫറോട് ഓൾറെഡി വരുന്നുണ്ട്. കണ്ടോ, ടാപ്പ് ടു അപ്ലൈ കൊടുക്കുമ്പോഴേക്കും ഓഫറോട് ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം 600 റുപ്പീസാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ ടോട്ടൽ ടിക്കറ്റ് റേറ്റ് 1200 വരും. പക്ഷേ ഇവിടെ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 600 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിതിൻ്റെ
ബാക്കിയുള്ള റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1200 ടിക്കറ്റ് എന്നുള്ളത് മാറി നമുക്കത് 600 ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബുക്കിംഗ് ചാർജ്, ഓഫർ ഹാൻഡ്ലിംഗ് ഫീസ് എന്ന് പറഞ്ഞൊരു 25 റുപ്പീസും എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അപ്പോഴും 766 രൂപയാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടിക്കറ്റാണ് അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. 2 കൂട്ടുകാരാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 766 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐമാക്സ് ടിക്കറ്റ്സിന് എന്തുകൊണ്ടും ഈ ഓഫർ നല്ലതാണ്. ഇനിയുള്ളത് കോമ്പസ് നൗ ആണ്. കോമ്പസ് നൗ ഒരു ആപ്പാണ്. ഈ കോമ്പസ് നൗവിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് PVRൻ്റെ വൗച്ചേഴ്സാണ്. നമുക്ക് 3 രീതിയിൽ നമുക്ക് കാണാം. 69ൻ്റെ ഒരു പ്ലാൻ കാണാം. 69ൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ ഈ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. 69 രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ 69 രൂപയല്ല ആക്ച്വലി എക്സാക്ട്ലി വരുന്ന 69 പ്ലസ് നമുക്ക് ട്രാൻസാക്ഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു 10 രൂപ വരും. അപ്പോൾ 79 രൂപ വരും. 79 രൂപയ്ക്ക് പുറമെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജും കൂടി വരും. ഇതൊക്കെ ഹിഡൻ ആയിട്ട് വരുന്നതാണ്. ഈ കോമ്പസ് നൗവിൻ്റെ ആൾക്കാർ ഇത് പറയുന്നില്ല, പക്ഷേ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മുടക്കി നമ്മളൊരു വൗച്ചർ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. അപ്പോൾ ഈ 200 റുപ്പീസ് വാല്യൂ ഉള്ളൊരു വൗച്ചർ നമുക്ക് 79 രൂപയ്ക്ക് കിട്ടും. പക്ഷേ അത് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ 69ൻ്റെ വൗച്ചറിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു തവണയൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളുണ്ട്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് 99ൻ്റെ ഓഫറാണ് വരുന്നത്. ഈ 99ൻ്റെ വൗച്ചർ നമുക്ക് മൺഡേ ടു തേഴ്സ്ഡേ ആണ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ സിനിമ കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ PVRൽ ഡയറക്റ്റ് പോയി UPIക്ക് എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളൊക്കെ ലാഭം കോമ്പസ് നൗവിൽ നിന്ന് ഈ വൗച്ചർ പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ വീക്കെൻഡിൽ ഉപയോഗിക്കാനായിട്ട്, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് 125 രൂപ മുടക്കിയാൽ മതി. ഈ 125 രൂപയുടെ കുറേ 10 രൂപ അവരുടെ പ്ലാറ്റ്ഫോം ഫീ എന്നുള്ള രീതിയിലും വരും. അപ്പോൾ 135. ഈ 135 രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 200 റുപ്പീസിൻ്റെ ഒരു വൗച്ചർ കിട്ടും. സ്റ്റിൽ ലാഭമാണ് നമുക്ക്. ഈ 135 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 200 രൂപയുടെ PVR വൗച്ചറാണ്. ഈ PVR വൗച്ചർ നിങ്ങൾ ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് ഫീ കൊടുക്കേണ്ടി വരും. അതല്ല, നിങ്ങൾ PVRൻ്റെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത്, അവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു വൗച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റെഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് ഫീ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കോമ്പസ് നൗ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനകത്തേക്ക് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ നമ്മൾ അത് സെലക്ട് ചെയ്യുക. സിനിമ പാസ് എന്ന് പറയും. അപ്പോൾ അത് ഓൾറെഡി ഞാനിത് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുള്ള പാസുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് നൗ നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്പെഷ്യൽ സിൽവർ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് 69 രൂപ മുടക്കിയാൽ മതി നമുക്ക് 200 റുപ്പീസ് വർത്തായിട്ടുള്ള PVRൻ്റെ വൗച്ചറാണ് കിട്ടുന്നത്. അത് ഓൾറെഡി അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, വാലിഡിറ്റി എല്ലാം. സബ്സ്ക്രൈബ് നൗ ഇത് കൊടുക്കുമ്പോൾ ഈ 69 കൂടെ ഒരു 11 രൂപ കൺവീനിയൻസ് ഫീ എല്ലാം ചേർത്ത് 80 രൂപയാവുന്നുണ്ട്. അപ്പോൾ 80 രൂപ നമുക്ക് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ 1.83 പ്ലാറ്റ്ഫോം ചാർജസ് എന്ന് പറഞ്ഞ് അഡീഷണൽ നമുക്കിവിടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റേറ്റ് വരുന്നത്. നമുക്കൊരു 82 രൂപയായിട്ട് കൂട്ടാം. 82 രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 200 രൂപയുടെ ഒരു വൗച്ചറാണ്. ഈ 69ൻ്റെ പാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 99 വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ തന്നെയാണ് രണ്ടും കാണിക്കുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ 69ൻ്റെ പാസ് നമുക്ക് ഒരു ദിവസം ഒരെണ്ണമൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 99ൻ്റെ പാസ് അങ്ങനെയല്ല, നമുക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഈ 99ൻ്റെ നമ്മൾ സബ്സ്ക്രൈബ് നൗ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും 11 രൂപ കൺവീനിയൻസ് ഫീ 11 രൂപ 88 പൈസ വീഡിയോ ആയിട്ട് 110 രൂപ വരുന്നുണ്ട്. ഈ 110 രൂപ മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 രൂപയുടെ വൗച്ചറാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 90 രൂപയുടെ അല്ലെങ്കിൽ 89 രൂപയുടെ ലാഭമാണ് വരുന്നത്. അതുകൂടാതെ ഗോൾഡ് പാസ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് മൺഡേ ടു സൺഡേ, അതായത് ഏത് ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഗോൾഡ് പാസ് ആണ്. ഈ ഗോൾഡ് പാസ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഒരെണ്ണം ബുക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിന് കൊടുക്കുമ്പോൾ അതിൻ്റെ കൺവീനിയൻസ് ഫീ എല്ലാം കൂടി ആഡായി 135 രൂപ വരുന്നുണ്ട്. 135 രൂപ മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോഴും നമുക്ക് അവിടെ 65 രൂപയുടെ ലാഭമുണ്ട്. 65 രൂപ ലാഭം എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ ആൻഡ് ബിഗ് ഡീൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് PVRൻ്റെ PXL പോലുള്ള സ്ക്രീനുകളിലെല്ലാം നമുക്ക് ഇതുപോലുള്ള ഓഫേഴ്സിന് കോമ്പസ് നൗ എന്ന് പറയുന്ന ആപ്പ് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ 3 ഓഫേഴ്സിനെ കുറിച്ചായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ആൻഡ് ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ വ്യാഴാഴ്ച റിലീസാവുന്നുണ്ട്. ചത്താപ്പച്ച എന്നുള്ള സിനിമയ്ക്ക് PVR പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ലുലുവിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനിലാണ്. ഡയറക്റ്റ് ചെന്ന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200-250 രൂപയ്ക്ക് ആവും. PVR പാസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 123 രൂപയ്ക്ക് ഒരു 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനിൽ നിങ്ങൾക്ക് പടം കാണാം. 123 രൂപയ്ക്ക് കൊച്ചിയിൽ വേറെ എവിടെയും 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനിൽ പടം കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് മൾട്ടിപ്ലെക്സിനെ കുറിച്ച്. ബാക്കി ഞാൻ ഉപയോഗിക്കുന്ന ഓഫേഴ്സിനെ കുറിച്ചുള്ള പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.